അപ്പോൾ ഇന്ന് വണ്ടി ഒന്ന് കഴുകണം. ഫുള്ള് പൊടിയാ. ഗോൾഡ് സ്റ്റാർ വണ്ടിയുടെ ഒരു പാർട്ട് ഊരി കഴിഞ്ഞാൽ അടിപൊളിയാക്കണം. പ്രത്യേകിച്ച് ബാക്കിലെ ആക്ച്വലി ഈ ഫുഡ് പാക്ക് ഒന്ന് ഊരി വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിൽ ഫുള്ള് ഒരു സ്ലീക്ക് ലുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇന്ന് അതങ്ങ് ഊരിയേക്കാം. ഇത് ഊരിയിട്ട് വാഷ് ചെയ്യാൻ കൊടുക്കാം. ഇത് ഊരി വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം മൊത്തം ഭയങ്കര സ്ലീക്ക് ലുക്ക് കിട്ടും. ഭയങ്കര ഭംഗിയാണ് വണ്ടികളെ. ഒരു സൈഡ് ഊരി മറ്റേ സൈഡ്. പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. ഗൈസ്, ഞാനിതാ പറഞ്ഞത്, ഈ ബാക്കിൽ ഈ ഭാഗം ഇത്രയും ബ്യൂട്ടി കിട്ടാൻ മെയിൻ കാര്യം ആ പുറത്തെ ഫുഡ് ബാക്ക് ഊരി വെച്ചപ്പോൾ ഇപ്പം ഒരു സ്ലീക്ക് ലുക്ക് കിട്ടുന്നുണ്ടോ. അപ്പോൾ വണ്ടിക്ക് ബാക്കിൽ നിന്ന് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അന്യായ ഭംഗി വരും അത് ഊരി നോക്കുമ്പോഴത്തേനും. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പോയി ഒന്ന് വാഷ് ചെയ്യാം. എന്തായാലും ഫുൾ ഡേറ്റിയാണ്. എന്ന് വാഷ് ചെയ്യാൻ ഇറങ്ങിയാലും ഒന്നുകിൽ മഴയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വാഷ് ചെയ്യാൻ നടക്കില്ല. ഞാൻ ഇത്രയും ഡേറ്റി ആയിട്ടൊന്നും വെക്കാറുള്ളതല്ല ഒന്നാമത് വണ്ടി. അപ്പോൾ ഞാൻ ഏകദേശം 2 വർഷമായിട്ട് അവരെ വണ്ടി വാഷ് ചെയ്യാൻ കൊടുക്കുക. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട്, വയനാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവന്മാർ നല്ല ടൈം എടുത്ത് ഏകദേശം ഒരു 40 മിനിറ്റ്സ് എടുത്താണ് അവന്മാർ എൻ്റെ വണ്ടി എന്നെ വാഷ് ചെയ്യുന്നത്. അത്രയും ഡീറ്റെയിൽ ഞാൻ അവിടെ ചെന്ന് തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയാണ് വാഷ് ചെയ്യാറ്. ഇപ്പോൾ നല്ല തിരക്കാണ്. ഇപ്പോൾ തന്നെ തിരക്കാണ്. നമ്മൾ പറഞ്ഞ് വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി വാഷ് ചെയ്യണം. നമ്മുടെ വണ്ടിയിലേ ഇരിക്കുന്നത് കൊണ്ട് ഇരിപ്പുണ്ട്. വാഷ് ചെയ്യണം. 1, 2, അവിടെ ഒരു 3 വണ്ടി വാഷ് ചെയ്യുന്നു. ഈ കിടക്കാത്ത വണ്ടി പുറത്ത് വാഷ് ചെയ്യാമല്ലോ. പക്ഷെ നമ്മൾ പറഞ്ഞ് വെച്ചിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ആദ്യം കയറ്റുമായിരിക്കും. പിന്നെ നമ്മുടെ വണ്ടിയും കയറ്റി. ഇത് ഉറങ്ങിയിട്ടുണ്ട് പരിപാടി. കുറച്ച് സമയം എടുക്കും, നോക്കാം. സോ ഗായ്സ്, നമ്മുടെ വണ്ടിയുടെ പണി ഉറങ്ങിയിട്ടുണ്ട്. പുള്ളി കിണറ്റിലൊക്കെ പഠിക്കുന്നുണ്ട്. ഇത് ടൈം എടുത്ത് ചെയ്യുള്ളൂ, പക്ഷെ വൃത്തിയായിട്ട് ചെയ്യും. ചെക്കനൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൽ വണ്ടി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് വണ്ടി വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഇരുന്നായിരിക്കും ബാക്ക് വാഷ്. ഇതിന് വണ്ടി ഒന്ന് ഉണങ്ങി. ഇനി ഇവർ ഒന്നുകൂടി വാഷ് ചെയ്യാന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. വണ്ടി ഇവിടുന്ന് ഇങ്ങോട്ട് വെക്കേണ്ടി വന്നു. ബിക്കോസ് ഇവിടെ ലിഫ്റ്റ് ഉള്ളതുകൊണ്ട് ഈ വണ്ടി പെല്ലിങ് കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും ഇതൊന്ന് വാഷിങ്ങിന് കയറ്റി. കുഴപ്പമില്ല, നമ്മളിവിടെ ചെക്കൻ വാഷ് ചെയ്യുന്നുണ്ട് നൈസായിട്ട്. ഇങ്ങനെ പറഞ്ഞ് കൊടുത്ത് ചേട്ടൻ ഫ്രീക്കനാണ്. ഏറ്റവും ഒരാൾ ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും ഒരാൾ കാണും. ഇവിടെ സീനിയർ വാഷന്മാരാണ്. കൂടുതൽ നല്ല വൃത്തിക്ക് നല്ല വാഷ്. എഞ്ചിൻ്റെ ആഹ്വാദ തിളങ്ങുന്നുണ്ടോ? ക്ലീനാണ്. സ്നോ
ബൈക്ക് പോലെയായി. ആഹാ, എന്തോ ഒരു ഭംഗിയാണ്. ശേഷം വണ്ടി കഴിയാറായി. ഇനിയിപ്പോൾ ഒരു വാഷ് ചെയ്തിട്ടൊരു നിപ്പുണ്ട്. എന്താ പറഞ്ഞു ആ ലുക്ക് കാണിക്കാതെ. ഞാൻ പറഞ്ഞു അവർ ആ എഞ്ചിൻ്റെ ഭാഗമൊക്കെ പുതിയ പോലെ എഞ്ചിൻ്റെ ഭാഗം എന്താ ഭംഗിയല്ലേ. എഞ്ചിനൊക്കെ തിളങ്ങുന്നുണ്ട് അതൊക്കെ ഭാഗം. If they ever did me wrong, say it was bad for them. Leave them in the past, make feelings go get sad on them. We was flowing like the ocean, supposed to brag on them. Early bird, that shoe, I'm late night, keep the cash on me. If they ever did me wrong, say